മമ്മൂട്ടിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു പറ്റിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. മമ്മൂട്ടി ഒരു സോപ്പിൻ്റെ പരസ്യത്തിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ടി വിയിൽ അതിൻ്റെ പരസ്യം വന്നിട്ടുള്ള പല പ്രാവശ്യവും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ സോപ്പിൻ്റെ പരസ്യത്തിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുകയും ഈ സോപ്പിനെക്കുറിച്ച് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ചെല്ലാം അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഇനിയുമാണ് പറ്റിയതിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നത്. ഇദ്ദേഹത്തിന് പറ്റിയ പറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോപ്പിൻ്റെ പരസ്യം കണ്ടുകൊണ്ട് പല ആൾക്കാരും ഈ സോപ്പുകൾ മേടിക്കാൻ തുടങ്ങി. അതിൽ ഒരു വ്യക്തി വർഷങ്ങളോളം അദ്ദേഹം സോപ്പ് പുരട്ടി. സോപ്പ് തേച്ച് കുളിച്ചു എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തിന് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. അദ്ദേഹം നേരെ ചെന്നങ്ങ് കേസ് കൊടുത്തു. വെറും കേസല്ല, വളരെ തെളിവുകൾ സഹിതം അദ്ദേഹം പറഞ്ഞു, ഈ പരസ്യത്തിൽ പറഞ്ഞ പോലെ ഒന്നും എൻ്റെ ശരീരത്തിൽ സംഭവിച്ചിട്ടില്ല. എനിക്കൊരു സൗന്ദര്യം കൂടിയതായിട്ടോ നിറം കൂടിയതായിട്ടോ സംഭവിച്ചിരിക്കുന്നില്ല. എന്നെ ഈ സോപ്പ് പ്രധാനമായിട്ടും അദ്ദേഹം ഡയറക്റ്റ് സോപ്പ് കമ്പനി എന്നുള്ളതല്ല ഉദ്ദേശിച്ചത്. അതാണ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം. പറഞ്ഞത് മമ്മൂട്ടിയാണല്ലോ. അദ്ദേഹത്തിന് അറിയാവുന്ന മമ്മൂട്ടിയെയാണ്. മമ്മൂട്ടി എന്നെ പറ്റിച്ചു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം കേസ് കൊടുത്തിരിക്കുന്നത്. തന്നെ മമ്മൂട്ടിക്കെതിരായിട്ടാണ് കേസ് പോയത്. മമ്മൂട്ടി പറഞ്ഞതനുസരിച്ചാണ് ഞാനിത് ചെയ്തത്. എൻ്റെ വളരെയധികം കാശ് പോയതല്ലാതെ എനിക്ക് യാതൊരു വിധത്തിലുള്ള ഗുണവും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നഷ്ടപരിഹാരം കിട്ടണം എന്നുള്ളത് കോടതി വിധിക്കുകയും ചെയ്തു. അതിൽ മമ്മൂട്ടിക്ക് ശിക്ഷ കിട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ല അവിടെ വരുന്നത്. അവിടെ അത് സോപ്പ് കമ്പനിക്കാർ അത് ഏറ്റെടുക്കുകയും സോപ്പ് കമ്പനിക്കാർ അയാൾക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടതായിട്ടും വന്നു. നഷ്ടപരിഹാരം കൊടുക്കുക, അദ്ദേഹം ആവശ്യപ്പെട്ട നഷ്ടപരിഹാരം അതിൻ്റെ നിയമപരമായിട്ടുള്ള സാധ്യതകളെ കണ്ടുകൊണ്ട് കോടതി വിധിച്ചു. വ്യക്തിക്ക് നഷ്ടപരിഹാരം കൊടുക്കുക ഇത്ര തുക എന്നുള്ളത് പറഞ്ഞു. അപ്പോഴത് മമ്മൂട്ടിക്ക് ഏറ്റവും വലിയ നാണക്കേടുണ്ടാക്കുകയും ചെയ്തു. ആ സോപ്പ് കമ്പനി, ആ സോപ്പിൻ്റെ പേര് നിങ്ങൾക്കറിയാം. കാരണം അത് ടി വിയിൽ വളരെയധികം പ്രസിദ്ധമായിക്കൊണ്ടിരുന്ന ഒരു സോപ്പാണ്. പക്ഷെ അത് പിന്നെ വളരെയധികം ആൾക്കാരിലേക്ക് എത്താതിരിക്കുകയും അതിപ്പോൾ അപ്രത്യക്ഷമാവുകയും ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആ വ്യക്തിക്ക് സോപ്പ് കമ്പനിക്കാർ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് ആ കേസിൽ നിന്ന് മമ്മൂട്ടി അടക്കം എല്ലാ വ്യക്തികളും ഒഴിവായി എന്നാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഏതൊരു കാര്യത്തിൻ്റെയും കറക്റ്റായിട്ടുള്ള ഗുണമോ കാര്യങ്ങളോ കേൾക്കാതെ അതിലേക്ക് എടുത്ത് ചാടപ്പെടുന്ന വ്യക്തികളുടെ കാര്യമാണ് ഇതിൽ പറയുന്നത്. നമ്മൾ നേരത്തെ ഒരു റമ്മി സർക്കിൾ അല്ലെങ്കിൽ മദ്യം വിൽക്കുന്ന ഷാരൂഖ് ഖാൻ എന്നിവരെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ നേരെ മറിച്ചിട്ടുള്ള വ്യക്തികളുമുണ്ട്. സായി പല്ലവി നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമ, നല്ല അഭിപ്രായം ഉള്ള വ്യക്തിയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. മേക്കപ്പ് ഇല്ലാതെ സിനിമയിൽ അഭിനയിക്കുന്നൊരു വ്യക്തിയാണ്. കണ്ടാൽ നമ്മൾ പറയുകയില്ല. അവരുടെ ഫേസ് ക്രീമിന് വേണ്ടി കോടികൾ തരാം എന്നുള്ള ഓഫറുമായിട്ട് വന്നു. പക്ഷേ അവരതിന് സമ്മതിച്ചില്ല. ഒരിക്കലും ഒരു സോപ്പോ പൗഡറോ ഫേസ് വാഷോ ഫേസ് ക്രീമോ എന്ന് വേണ്ട ഒന്നും നമ്മുടെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് തേക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു ഫ്രഷ്നെസ്, അന്നേരത്തെ ആ ഒരു ലെവൽ മാത്രമേ അതിനുണ്ടാകുന്നുള്ളൂ. ഒന്ന് വേർത്ത് കഴിഞ്ഞാൽ അത് ഗുണത്തെക്കാട്ടിലും കൂടുതൽ ദോഷമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ബോഡിയിൽ വേർപ്പ് നാറ്റത്തെ ഒഴിവാക്കാൻ വേണ്ടി ബോഡി സ്പ്രേ ഉപയോഗിക്കാം. അത് ഗുണമാണെന്നല്ല പറയുന്നത്. ആ വേർപ്പ് നാറ്റത്തെ ഒഴിവാക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. പൗഡറോ സോപ്പോ ഇതൊന്നും നമ്മുടെ ശരീരത്തിന് ഒരിക്കലും സൗന്ദര്യം കൂട്ടുന്നില്ല. ഇത് ഓവറായിട്ട് തേച്ച് ചിലരുടെ തൊലി വേറൊരു പരുവത്തിലേക്കാകുക, ഇത് വെളുത്തതാണെന്ന് തോന്നുന്ന ഒരു ലെവലിലേക്ക് കാണിക്കുന്നത് കൊണ്ടാണ് പലരും അതിലേക്ക് എടുത്തു ചാടുന്നത്. പക്ഷേ അത് പിന്നീട് വളരെയധികം മോശമായിട്ട് ആ ചർമ്മത്തെ ബാധിക്കുകയും പല സിനിമാ നടികളെ നമുക്ക് നോക്കിക്കഴിഞ്ഞാലും അറിയാം, വളരെയധികം ക്രീം തേച്ചിട്ടുള്ളവരുടെ മുഖം വളരെയധികം വികൃതമായിരിക്കുന്നു, വളരെയധികം മോശമായിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു സോപ്പോ ക്രീമോ എന്ന് വേണ്ട ഒരു പൗഡറോ നമ്മുടെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്നില്ല.
അത് ആ സമയത്തെ ഉണ്ടാക്കുന്ന ഒരു ലെവലും പിന്നീട് അത് ഗുണത്തെക്കാട്ടിലും കൂടുതൽ ദോഷമാക്കുന്ന ഒരു അവസ്ഥയുമാണ്. മനുഷ്യൻ്റെ ചർമ്മത്തിൽ ലഭിച്ചിരുന്ന കളർ, അത് കറുപ്പാണെങ്കിൽ കറുപ്പ്, വെളുപ്പാണെങ്കിൽ വെളുപ്പ്, ഈ അവസ്ഥയിൽ തന്നെ മനുഷ്യൻ്റെ ശരീരത്തിൽ നിലനിൽക്കുകയുള്ളൂ. ഒരു പ്രായം വരെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ലെവൽ വെച്ചുകൊണ്ട് ശരീരം തിളങ്ങി നിൽക്കുന്നതായിട്ട് തോന്നുന്നതും ചുളുങ്ങി നിൽക്കുന്നതായിട്ടുള്ള ശരീരം പോലെയല്ല, ഇച്ചിരിയും കൂടെ നേർ ലെവലിൽ നിൽക്കുന്ന ശരീരം. ചുളുങ്ങുമ്പോൾ കൂടുതൽ കറുപ്പായിട്ട് നമുക്ക് തോന്നുന്നതും അത് നേർ ലെവലിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് ഇച്ചിരി നിറം വെച്ചതായിട്ടും തോന്നുന്നു എന്നുള്ള ഒരവസ്ഥ മാത്രമാണ് ഇതിന് സംഭവിക്കുന്നത്. മനുഷ്യൻ്റെ ശരീരത്തിൽ പാരമ്പര്യമായിട്ട് കിട്ടിയിരിക്കുന്ന അവസ്ഥയിൽ മാത്രമാണ് ഇതിൻ്റെ നിലനിൽപ്പ്. ചിലർ പറയുന്നത് കേൾക്കാം, വർഷങ്ങൾക്ക് മുമ്പ് വളരെ മോശമായ രീതിയിലുള്ള ശരീരപ്രകൃതിയായിരുന്നു, പിന്നീട് അദ്ദേഹത്തിന് നല്ല രീതിയിലേക്ക് മാറി. അതായത് ക്ഷീണിച്ച് നിൽക്കുമ്പോൾ ഉള്ള ശരീരപ്രകൃതിയല്ല, കുറച്ചുകൂടി ശരീരം നിനങ്ങി നിൽക്കുമ്പോൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തോന്നുന്ന മാറ്റം മാത്രമാണ്. അപ്പോൾ ഈ പറഞ്ഞ കൂട്ടുള്ള വിഡ്ഢിത്തരത്തിലേക്ക് എടുത്തു ചാടാതിരിക്കുവാനായിട്ടുള്ള ഒരു ബുദ്ധി, ഒരു തിരിച്ചറിവ് എല്ലാ വ്യക്തികൾക്കും ഉണ്ടാകുന്നതാണ് ആരോഗ്യപരമായിട്ടുള്ള സംരക്ഷണത്തിന് നല്ലതെന്ന് മനസ്സിലാക്കുക.